ഹലോ ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ്. എളുപ്പത്തിൽ എങ്ങനെ ലഡു തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ലഡുവിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. 2 ഗ്ലാസ് നിറയെ കടലമാവാണ് ഇന്നിവിടെ ഞാൻ എടുക്കുന്നത്. അടുത്തതായി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇവിടെ ഇടുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കളറിന് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ഇടാം, ഒരു പിഞ്ച് മതി. അതിനുശേഷം ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു വിസ്കിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് നമുക്കൊരു ദോശൻ്റെ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. ദോശ ചുടുമ്പോഴുള്ള നമുക്കുള്ള ആ ഒരു ഇതില്ലേ അയവ്, ആ അയവിലാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അതുകൊണ്ട് അതിൽ ലൂസാവാനും പാടില്ല, ടൈറ്റ് ആവാനും പാടില്ല. പിന്നെ ടൈറ്റായി തന്നെ നമുക്കത് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ലൂസാക്കുകയും ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഈ മാവ് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലഡുവിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും നന്നായി വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ലഡുവിന് ആവശ്യമായ കൂന്തി പൊരിച്ചെടുക്കാം. നല്ല തിളക്കുന്ന എണ്ണയായിരിക്കണം, സ്ലോയിലൊന്നും തീയാക്കരുത്. നല്ലോണം ഫാസ്റ്റ് തന്നെ തീ കത്തിച്ച് നമുക്ക് കൂന്തി ഉണ്ടാക്കാം. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പക്കയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളടുത്ത് ലഡു ഉണ്ടാക്കുന്ന തവി ഉണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു അരിപ്പക്കയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് മാവ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കി, അന്നേരം നല്ലൊരു ഒത്ത ലൂസിലാകുമ്പോൾ നല്ല ബൂന്തിയായിട്ട് വരും. അത് അങ്ങനെ നമ്മളെ കൂന്തി ഇവിടെ പൊരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നല്ലോണം ക്രിസ്പി ആകാൻ പാടില്ല. എന്തായാലും എല്ലാവരും പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പ് കൂന്തിയിലേക്ക് പിടിക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ഹാഫ് ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇത് ആറാനായിട്ട് വെക്കാൻ. അതിന് ശേഷം മാത്രം നമ്മളത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. ശ്രദ്ധിക്കണം, നന്നായിട്ട് പൊടിയാൻ പാടില്ല. തരി പോലെ നമ്മൾ ലഡുവിന് എങ്ങനെയാണ് കടിക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ മിക്സിയിൽ അരച്ചിട്ടെടുക്കണം. ഇനി ഇതിന് ആവശ്യമുള്ള ഷുഗർ സിറപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നേരത്തെ എടുത്ത കടലമാവിൻ്റെ അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് 1 ഗ്ലാസ് വെള്ളവും. കൂടി പോകാനോ കുറയാനോ പാടില്ല, കറക്റ്റ് അളവിൽ തന്നെ കിട്ടാൻ. 1.5 ഗ്ലാസ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായി തിളച്ച് ഒരു നൂൽ പാകമാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അതുവരെ നമുക്ക് നന്നായി ഇളക്കി ആ ഒരു നൂൽ പാകമാകുന്നത് വരെ കുക്ക് ചെയ്യാം. ഏകദേശം നമ്മളതിവിടെ കുക്കായിട്ടുണ്ട്. ഒരു നൂൽ പാകം ആയിട്ടുണ്ട്. നോക്ക്, ഇപ്പോൾ സ്പൂൺ കൊണ്ട് നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് തുള്ളി ഇങ്ങനെ മെല്ലെയാണ് ആ സ്പൂണിൽ നിന്ന് വിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന കൂന്തി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നന്നായി നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് ഈ സിറപ്പ് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് ഷുഗറും ഏലക്കയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തതെന്ന് ഞാൻ 2 ഏലക്കയാണ് ഇതിലെടുത്തിരിക്കുന്നത്. പൊടിച്ചെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ഗീയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
2 ടേബിൾ സ്പൂൺ തന്നെ ഗീ ഇതിലേക്ക് ലഡുവിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലഡു ഏകദേശം ശരിയായി കഴിഞ്ഞു. ഇനി ഇതിൽ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് തീ ഓഫാക്കി ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഉരുളകളായി ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ലഡു ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കമൻസും ഇടണം. അത്രയും നല്ല സ്വാദിഷ്ടമായ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ സ്വാദ് ഈ ലഡുവിനുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.